ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ രാമക്ഷേത്രത്തിനായുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിർമ്മാണ തൊഴിലാളികളെ പ്രധാനമന്ത്രി ആദരിക്കുന്ന ചടങ്ങ്, പുഷ്പം എറിഞ്ഞുകൊണ്ട്, പൂ എറിഞ്ഞുകൊണ്ട് അവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ അയോധ്യയിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ അയോധ്യയിൽ നിന്നുള്ള മടക്കം. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞു 3:30 അവിടെ നിന്നും അദ്ദേഹം മടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അയോധ്യയുടെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ആദരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദശരഥനന്ദനം രഘുനന്ദയാനന്ദ കന്ദ കൗശല ചന്ദ ദശരഥനന്ദനം ശ്രീരാമചന്ദ്ര പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അത് വളരെ എടുത്തു പറയേണ്ട, വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു. ഭക്തർ ഈ ചരിത്ര നിമിഷത്തിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുന്നു എന്ന് തനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നും ഈ നിമിഷം ദൈവികമാണെന്നും എല്ലാത്തിലും പവിത്രമാണ് ഈ നിമിഷമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ്. അത്യന്തം വൈകാരികമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ഇങ്ങനെയായിരുന്നു. രാമന്റെ അസ്തിത്വത്തെ ചൊല്ലിയുള്ള നിയമയുദ്ധം ദശാബ്ദങ്ങളോളം നീണ്ടുനിന്നു. നീതി നടപ്പാക്കിയതിന് ഇന്ത്യയിലെ ജുഡീഷ്യറിയോട് നന്ദി പറയുകയാണ് താൻ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം രാമനോട് ക്ഷമ ചോദിക്കാനും പ്രധാനമന്ത്രി മറന്നില്ല. അതിനൊപ്പം പറഞ്ഞ കാര്യം രാംലല്ല ഇപ്പോൾ പവിത്ര മന്ദിരത്തിലാണ് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി പ്രധാനമന്ത്രി പങ്കുവച്ചു. ജനുവരി 22 കലണ്ടറിലെ വെറുമൊരു തീയതി അല്ലെന്നും പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാമൻ ഇനി കൂടാരത്തിലല്ല, ഈ വലിയ ക്ഷേത്രത്തിലാണ് ഉണ്ടാകുക. രാംലല്ല ഇനി ഈ പവിത്ര മന്ദിരത്തിലാണ് ഉണ്ടാകുക എന്ന് പ്രധാനമന്ത്രി അവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു.